ഒരിക്കൽ കൂടി VKP കൊമേഴ്സ് എഡ്യൂക്കേഷനിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്നത് ഇൻകം ടാക്സ് സീരീസിലെ ടൈപ്സ് ഓഫ് പേഴ്സൺസ് ആണ്. സെക്ഷൻ 2 സബ്സെക്ഷൻ 31 പ്രകാരം ആരാണ് പേഴ്സൺ എന്നാണ് നമ്മളിവിടെ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അസസ്സിയെക്കുറിച്ച് നമ്മൾ മുമ്പ് പഠിച്ചിരുന്നു. അപ്പോൾ അസസ്സിയുടെ ഡെഫിനിഷനിൽ നിന്നാണ് പേഴ്സൺ എന്ന ഡെഫിനിഷൻ ഡിറൈവ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ ഒരു രണ്ട് ഡെഫിനിഷനും തമ്മിൽ എന്തുണ്ട്, വളരെ പരമപ്രധാനമായ ബന്ധം ഉണ്ട് എന്നുള്ള. നമ്മളിതിനു മുമ്പ് അസസ്സിയെക്കുറിച്ച് പഠിച്ചിരുന്നു, അസസ്സിയുടെ ഡെഫിനീഷനെ കുറിച്ച് പഠിച്ചിരുന്നു. അവിടെ നിന്ന് നമുക്ക് പേഴ്സൺ എന്ന കൺസെപ്റ്റിനെ കുറിച്ചുള്ളൊരു ക്ലൂ കിട്ടിയിരുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമ്മളിപ്പോൾ എന്ത് ചെയ്യുകയാണ്, പേഴ്സണെ കുറിച്ച് പഠിക്കുകയാണ്. സെക്ഷൻ 2 സബ്സെക്ഷൻ 31 പ്രകാരമാണ് പേഴ്സണെ ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇൻകം ടാക്സ് ചാർജ് ചെയ്യപ്പെടുന്നത് പേഴ്സൻ്റെ അടിസ്ഥാനത്തിലാണ്, ഓരോ പേഴ്സൺസിൻ്റെയും അടിസ്ഥാനത്തിൽ. അപ്പോൾ നമുക്ക് നോക്കാം ആരൊക്കെയാണ് പ്രധാനപ്പെട്ട പേഴ്സൺസ് എന്നുള്ളത്. സെക്ഷൻ 2 സബ്സെക്ഷൻ 31 പ്രകാരം പ്രധാനപ്പെട്ട പേഴ്സൺസ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസ് ഉണ്ട്, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ഉണ്ട്, കമ്പനി ഉണ്ട്, അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് ഫേംസ് ഉണ്ട്, അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്, ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് ഉണ്ട്, ലോക്കൽ അതോറിറ്റീസ് ഉണ്ട്, ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺസ് ഉണ്ട്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട പേഴ്സൺസ് എന്ന് സെക്ഷൻ 2 സബ്സെക്ഷൻ 31 പ്രകാരം ഇൻകം ടാക്സ് ആക്ട് 1961 പ്രകാരം ഡിഫൈൻ ചെയ്യപ്പെടുന്നത്. ഓക്കെ, നമുക്ക് അതിൽ 1 by 1 ആയിട്ട് നോക്കാം. ആദ്യം ഇൻഡിവിജ്വൽ. The term individual means only a natural person, that is human being. സാധാരണയായിട്ടുള്ള നാച്ചുറലായിട്ടുള്ള ഹ്യൂമൻ പേഴ്സൺസിനെയാണ് ഇൻഡിവിജ്വലായിട്ട് ഇൻകം ടാക്സ് ആക്ടിൽ കൺസിഡർ ചെയ്യപ്പെടുന്നത്. അത് മെയിലാവാം, ഫീമെയിൽ ആവാം, മൈനർ ആവാം, പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ് ആവാം, എന്തു ആവാം. ഓക്കെ, ബട്ട് അസസ്മെൻറ്റ് ഇൻ സച്ച് എ കേസ് മേ ബി മെയ്ഡ് ഓൺ ദി guardian or manager of the minor or lunatic who is entitled to receive his income. അപ്പോൾ മൈനറോ ലുനാറ്റിക്കോ അൺസൗണ്ട് മൈൻഡോ ആയിട്ടുള്ള ആളും പേഴ്സണോ ആണെങ്കിൽ കൂടിയും അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആണെങ്കിൽ കൂടിയും ഇൻകം അസസ് ചെയ്യപ്പെടുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻകം റിസീവ് ചെയ്യപ്പെടുന്ന എൻറ്റൈറ്റിൽ ആയിട്ടുള്ള ആളുകളുടെ പേരിലായിരിക്കും, ഗാർഡിയൻ്റെ പേരിലായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഡയറക്റ്റായിട്ട് മൈനറോ അൺസൗണ്ട് പേഴ്സണോ എന്തല്ല അസസ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ള. ഇപ്പോൾ ഡിസീസ്ഡ് പേഴ്സൺ ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ലീഗൽ ഹെയർസ്, ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കും അവിടെ അസസ് ചെയ്യപ്പെടുന്ന ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്താണ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. കൂട്ടുകുടുംബ വ്യവസ്ഥ പ്രകാരമുള്ള ഹിന്ദു ഫാമിലീസിൽ എങ്ങനെയാണ് ടാക്സേഷൻ അല്ലെങ്കിൽ അവരുടെ പേഴ്സണായിട്ട് എങ്ങനെയാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. ഇൻകം ടാക്സ് 1961 പ്രകാരം സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയെ ട്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. സാധാരണയുള്ള ഇൻഡിവിജ്വൽ പോലെയോ അസോസിയേഷൻ ഓഫ് പേഴ്സണെ പോലെയോ അല്ലെങ്കിൽ കമ്പനിയെ പോലെ തന്നെ ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നത്. ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ഹാസ് നോട്ട് ബീൻ ഡിഫൈൻഡ് അണ്ടർ ഇൻകം ടാക്സ് ആക്ട്. ഇൻകം ടാക്സ് ആക്ടിൽ കൃത്യമായിട്ട് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയെക്കുറിച്ച് ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടില്ല. എങ്കിൽ കൂടിയും ദ എക്സ്പ്രഷൻ ഈസ് ഹൗവർ ഡിഫൈൻഡ് അണ്ടർ ഹിന്ദു ലോ as a family which consists of all male lineally descended from a common ancestor and includes their wives and daughters. വളരെ തലമുതിർന്ന ഒരാളും അതുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ പിന്തുടർച്ചാവകാശക്കാരായിട്ടുള്ള ആളുകളും ഒന്നിച്ചു ചേർന്ന് ജീവിക്കുന്ന ഒരു ഹിന്ദു കുടുംബമായിരിക്കും ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്ന് പറയുന്നത്. അവർക്ക് കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ ബിസിനസ്സുകളുണ്ട്. അത്തരത്തിലുള്ള ബിസിനസ് അവർ ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്കായിട്ട് പകർന്നു നൽകിക്കൊണ്ടാണ് അത്തരത്തിലുള്ളൊരു ബിസിനസ് നടത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായ ഡെഫിനീഷൻ ഇൻകം ടാക്സ് ആക്ടിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള പല ഹിന്ദു ആക്ടുകളിലും ഹിന്ദു ലോസിലും ഈ ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയെക്കുറിച്ച് പറയുന്നത് ഇത്തരത്തിലാണ്. ഓക്കെ, അപ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട തലമുതിർന്ന ആളെ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളെ മാനേജർ അഥവാ കർത്ത എന്നാണ് വിളിക്കപ്പെടുന്നത്. ഹെഡ് ഓഫ് ദ ഫാമിലി ഈസ് ട്രീറ്റഡ് ആസ് കർത്ത. സം മെമ്പേഴ്സ് ഓഫ് ദ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ആർ കോൾഡ് കോപാസനേഴ്സ്. അതിൻ്റെ താഴെയുള്ള ആളുകളൊക്കെ കോപാസനേഴ്സ് ആയിട്ടും കൺസിഡർ ചെയ്യും. കർത്തയാണ് ഏറ്റവും ഹെഡ് ഓഫ് ദി ഫാമിലി ആയിട്ട് ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. കവേർഡ് ഹിയർ ടു വിച്ച് ഹിന്ദു ലോ അപ്ലൈസ്. ഇറ്റ് ആൾസോ ഇൻക്ലൂഡ്സ് ജെയിൻ ആൻഡ് സിഖ് ഫാമിലീസ്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, സിഖ് ഫാമിലീസും ജെയിൻ ഫാമിലീസും എല്ലാം ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിലാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഹിന്ദു ലോ പ്രകാരം കൺസിഡർ ചെയ്യപ്പെടുന്ന ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലീസിനെയാണ് ഇൻകം ടാക്സ് ആക്ട് പ്രകാരവും കൺസിഡർ ചെയ്യപ്പെടുന്നത്. അതിൽ സിഖ് ഫാമിലീസും ജെയിൻ ഫാമിലീസിലും ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലീസിലായിട്ട് വരുന്നുണ്ട് എങ്കിൽ അവരെ എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ്. വൺസ് എ ഫാമിലി ഈസ് അസസ്ഡ് ആസ് എ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ഇറ്റ് വിൽ കണ്ടിന്യൂ ടു ബി അസസ്ഡ് ആസ് സച്ച് ടിൽ ഇറ്റ് ഈസ് പാർട്ടീഷൻ നടക്കുന്നവരെ എന്ത് ചെയ്യും,
ആ ഒരു സ്റ്റാറ്റസ് ആയിരിക്കും അവരുടെ കണ്ടിന്യൂ ചെയ്യുക. ഒരിക്കൽ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് പിന്നെ എന്ത് ചെയ്യും, പാർട്ടീഷൻ നടക്കുന്നവരെ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യും. അടുത്തത് ക്ലാസസ് ഓഫ് കമ്പനീസ് ആണ്. അപ്പോൾ സെക്ഷൻ 2 സബ്സെക്ഷൻ 17 പ്രകാരം കമ്പനിയെ ഡിഫൈൻ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം പേഴ്സൺസിലെ അടുത്ത പേഴ്സണാണ് കമ്പനി എന്ന് പറയുന്നത്. 2013 പുതിയ കമ്പനീസ് ആക്ട് പ്രകാരമോ 1956 കമ്പനീസ് ആക്ട് പ്രകാരമോ രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ള ഇന്ത്യയിൽ പ്രവർത്തിക്കപ്പെടുന്ന കമ്പനികളെയാണ് കമ്പനികൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഡൊമസ്റ്റിക് കമ്പനിയാവാം, ഫോറിൻ കമ്പനിയോ ആയിരിക്കാം എന്നുള്ളതാണ്. ഫോറിൻ കമ്പനി എന്ന് പറയുന്നത് കമ്പനി വിച്ച് ഈസ് നോട്ട് എ ഡൊമസ്റ്റിക് കമ്പനി. ഡൊമസ്റ്റിക് കമ്പനി അല്ലാത്ത എല്ലാ കമ്പനികളും എന്താവാം, ഫോറിൻ കമ്പനി എന്ന് പറയാം. അപ്പോൾ എന്താണ് ഡൊമസ്റ്റിക് കമ്പനി എന്ന് പഠിച്ചാൽ മതി. ഡൊമസ്റ്റിക് കമ്പനി പറയുന്നത് ഇന്ത്യൻ കമ്പനിയാണ്. എ കമ്പനി വിച്ച് ഹാസ് മെയ്ഡ് അറേഞ്ച്മെൻറ്റ് ഫോർ ഡിക്ലെയറിംഗ് ആൻഡ് പേയിങ് ഡിവിഡൻഡ് വിത്തിൻ ഇന്ത്യ ഔട്ട് ഓഫ് ദ ഇൻകം ചാർജബിൾ ടു ടാക്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നതും അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള കമ്പനികളെയാണ് എന്ത് പറയുന്നത്, ഡൊമസ്റ്റിക് കമ്പനീസ് എന്ന് പറയുന്നത്. അതൊരു ഇന്ത്യൻ കമ്പനി ആയിരിക്കും. അതിൻ്റെ ഡിവിഡൻഡ് പേയ്മെൻറ്റ് നടത്തുന്ന ഇന്ത്യയിൽ നിന്നായിരിക്കാം. അതുപോലെ തന്നെ ടാക്സ് ലാബിലിറ്റിയും ടാക്സ് പേയ്മെൻറ്റും ഇന്ത്യയിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ചാർജബിലിറ്റി ഇന്ത്യയിൽ നിന്നും ആയിരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് സെക്ഷൻ 2 സബ്സെക്ഷൻ 17 പ്രകാരം കമ്പനിയെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഓർത്തുള്ളതാണ്. ഓക്കെ. പാർട്ണർഷിപ്പ് ആക്ട് 1932 പ്രകാരം ഡിഫൈൻ ചെയ്യപ്പെട്ടുള്ള ഫേംസിനെയാണ് ഇൻകം ടാക്സ് ആക്ട് പ്രകാരവും ഫേംസ് ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നത്. അല്ലെങ്കിൽ 2008 ലിമിറ്റഡ് ലാബിലിറ്റി പാർട്ണർഷിപ്പ് ആക്ട് പ്രകാരം ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള ലിമിറ്റഡ് ലാബിലിറ്റി പാർട്ണർഷിപ്പുകളെയും ഫേമായിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു നിയമപ്രകാരം മൈനറിനെ എന്ത് ചെയ്യാം, പാർട്ണറായിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ്. ദെൻ ഫേം 1932 പാർട്ണർഷിപ്പ് ആക്ട് പ്രകാരവും കൺസിഡർ ചെയ്യപ്പെടുന്ന ഫേമുകളെയും 2008 പാർട്ണർഷിപ്പ് ആക്ട് പ്രകാരം കൺസിഡർ ചെയ്യപ്പെടുന്ന ലിമിറ്റഡ് ലാബിലിറ്റി പാർട്ണർഷിപ്പ് ഫേമുകളെയും എന്ത് ചെയ്യാം, ഫേമായിട്ട് സെക്ഷൻ 2 സബ്സെക്ഷൻ 23 പ്രകാരം ഇൻകം ടാക്സ് ആക്ട് ഫേം എന്നുള്ള പേഴ്സണായിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നു. ദെൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആണ് അടുത്തത്. വെൻ പേഴ്സൺ കമ്പൈൻ ടുഗദർ ഫോർ എ കോമൺ പർപ്പസ് or for promotion of joint enterprise, they are assessable as an association of person if they do not in law constitute a partnership. അതായത് കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ്റർപ്രൈസ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ആളുകൾ കൂട്ടം കൂടിയിട്ട് അല്ലെങ്കിൽ ചേർന്നുകൊണ്ട് ഒരു ബിസിനസ് കണ്ടക്ട് ചെയ്യുകയാണ് എങ്കിൽ അതാണ് എന്ത് ചെയ്യുന്നത്, അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് എന്ന് പറയുന്നത്. അവിടെ എന്ത് ചെയ്തിരിക്കണം, മസ്റ്റ് ജോയിൻ ഫോർ എ കോമൺ പർപ്പസ് ഓർ ആക്ഷൻ. ഒരു കോമൺ പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കണം അവർ ജോയിൻ ചെയ്യപ്പെടുന്നത് എന്നുള്ളത്. അവിടെ ഇൻകം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും വേണം എന്നുള്ളതാണ്. ജോയിനിങ് ടുഗദർ ഫോർ എ കോമൺ പർപ്പസ് ഓർ ആക്ഷൻ വുഡ് ബി ചാർജബിൾ ആസ് അസോസിയേഷൻ ഓഫ് പേഴ്സൺ. അപ്പോൾ എന്താകും, കോ ഹയേഴ്സ് ആയിരിക്കാം, കോ ലിഗേറ്റ്സ് ആയിരിക്കാം, കോ ഡോണീസ് ആയിരിക്കാം. ഒന്നിച്ച് സംഭാവനകൾ നേടിയെടുക്കുന്നതിനോ അനന്തരാവകാശികൾ എല്ലാം കൂടി ചേർന്നിട്ടൊരു ബിസിനസ് സ്ഥാപനം തുടങ്ങുന്നതോ അങ്ങനെ ഏത് തരത്തിലും ആയിരിക്കാം ഈ ഒരു ജോയിനിങ് എന്നുള്ളത്. അപ്പോൾ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ എന്ന് മനസ്സിലാക്കുക. കോമൺ പർപ്പസിന് വേണ്ടിയിട്ടാണ് അവർ ജോയിൻ ചെയ്യുന്നത്. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഇൻകം എന്ത് ചെയ്യുന്നുണ്ടാവാം, പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും ഉണ്ടാവാം എന്നുള്ളതാണ്. ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്, എക്സിക്യൂട്ടീവ്സ് ആയിട്ടോ ട്രസ്റ്റീസ് ആയിട്ടോ ആളുകൾ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യപ്പെടുകയാണ് എങ്കിൽ അവരെ എന്ത് ചെയ്യാം, ഇൻഡിവിജ്വൽ എന്ന രൂപത്തിൽ തന്നെ കൺസിഡർ ചെയ്യുകയും ബോഡി ഓഫ് ഇൻഡിവിജ്വൽ ആയിട്ട് പേഴ്സൺ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുകയും വേണം എന്നുള്ളത്. ദസ് എക്സിക്യൂട്ടീവ്സ് ഓർ കോ ട്രസ്റ്റീസ് ആർ അസസബിൾ ആസ് എ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ ആസ് ദെയർ ടൈറ്റിൽ ആൻഡ് ഇൻട്രസ്റ്റ് ആർ ഇൻഡിവിസിബിൾ എന്നുള്ളതാണ്. അപ്പോൾ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ബോഡി ഓഫ് ഇൻഡിവിജ്വലിൽ നിന്ന് ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വലിന് കിട്ടുന്ന ഇൻകത്തിന് ടാക്സ് കൊടുക്കേണ്ടതായിട്ട് ഇല്ല എന്നുള്ളത്. എന്താണ്, ബോഡി ഓഫ് ഇൻഡിവിജ്വൽ കോമൺ ആയിട്ട് അവർക്ക് ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഇൻകത്തിന് അവർ ടാക്സ് കൊടുക്കുന്നത് കാരണം അതിൻ്റെ ബെനിഫിഷ്യറീസിന് കിട്ടുന്ന ടാക്സിന് അല്ലെങ്കിൽ കിട്ടുന്ന ഇൻകത്തിന് അവരെന്ത് ചെയ്യേണ്ട, ടാക്സ് കൊടുക്കേണ്ടതായിട്ട് ഇല്ല എന്നുള്ളതാണ്. അടുത്ത ലോക്കൽ അതോറിറ്റിയാണ്. ദ ടേം means a municipal committee, district board, body of port commissioner or other authority legally entitled or entrusted by the government with control and management of a municipal or local fund. അതായത് പൊതുഭരണത്തിന് വേണ്ടിയിട്ട് നിയമിക്കപ്പെടുന്ന ലോക്കലായിട്ടുള്ള അതോറിറ്റീസിനെ അല്ലെങ്കിൽ മുനിസിപ്പൽ കമ്മിറ്റീസിനെ, ഡിസ്ട്രിക്ട് ബോർഡിനെ, ബോഡി ഓഫ് പോർട്ട് കമ്മീഷൻ, ഇവരെയാണ് എന്ത് പറയുന്നത്, ലോക്കൽ അതോറിറ്റീസ് എന്ന് പറയുന്നത്. നമ്മുടെ ലോക്കൽ അതോറിറ്റീസ് ആയിട്ടുള്ള ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഡിസ്ട്രിക്ട് പഞ്ചായത്ത് തുടങ്ങിയവയൊക്കെ എന്ത് ചെയ്യും, ലോക്കൽ അതോറിറ്റിയുടെ കൺസെപ്റ്റിലാണ് വരുന്നത് എന്നുള്ളതാണ്. അടുത്ത ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ ആണ്.
ദിസ് കാറ്റഗറി കുഡ് കവർ എവരി ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ നോട്ട് ഫാളിംഗ് അണ്ടർ അതർ ഹെഡ്സ്. മറ്റ് ഹെഡ്സിൽ, അതായത് ഇൻഡിവിജ്വൽ, കമ്പനി, ഫേം, അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്, ബോഡി ഓഫ് ഇൻഡിവിജ്വൽ തുടങ്ങിയ ഹെഡുകളിൽ വരാത്ത എല്ലാ അസസീസിനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പർട്ടിക്കുലറായിട്ടുള്ള ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺസ് എന്ന കൺസെപ്റ്റിലോട്ട് കൊണ്ടുവരാവുന്നതാണ്. ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺസ് ആർ എൻറ്റിറ്റീസ് വിച്ച് ആർ നോട്ട് നാച്ചുറൽ പേഴ്സൺസ്. സാധാരണയുള്ള നാച്ചുറൽ പേഴ്സൺസ് അല്ല എന്നുള്ളതാണ്. ഹാസ് സെപ്പറേറ്റ് എൻറ്റിറ്റി ഇൻ ദ ഐസ് ഓഫ് ലോ. നിയമത്തിന് മുമ്പിൽ പ്രത്യേകമായിട്ടുള്ള നിയമപരിരക്ഷയുള്ള സ്ഥാപനങ്ങളാണ്. ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അതിലെ വ്യക്തികളിലൂടെയാണ് അതിൻ്റെ നിയമപരിരക്ഷ നടത്തുന്നത് എന്നുള്ളതാണ്. നിയമം സ്ഥാപിക്കുന്നതും പുനഃസ്ഥാപിക്കുന്നതും നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്നതും എല്ലാം അതിലെ വ്യക്തികളിലൂടെയാണ് എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഡയറ്റീസ്, ഐഡൽസ്, യൂണിവേഴ്സിറ്റി, ബാർ കൗൺസിൽസ് എന്നിവ. യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ ദേവസ്വം ബോർഡുകൾ തുടങ്ങിയുള്ള സ്ഥാപനങ്ങൾ, ബാർ കൗൺസിൽ, ഇതെല്ലാം എന്താണ്, ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. Under Income Tax Act, such a person has been provided exemption from payment of tax under separate provisions of the Act if certain conditions mentioned therein are satisfied. അവരുടെ നിയമപ്രകാരം, അതായത് ഡയറ്റീസിൻ്റെ, അഡൽസിൻ്റെ, യൂണിവേഴ്സിറ്റി, ബാർ കൗൺസിലിൻ്റെ നിയമപ്രകാരം അവർക്ക് ടാക്സ് കൊടുക്കേണ്ടാത്ത സ്ഥാപനങ്ങളാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺസിന് ടാക്സ് കൊടുക്കേണ്ട. പക്ഷേ അതർവൈസ് എന്ത് ചെയ്യണം, മറ്റൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺസ് ആർ സബ്ജക്റ്റ് ടു പേയ്മെൻറ്റ് ഓഫ് ടാക്സ് എന്നുള്ളതാണ്. ഓക്കെ, നമ്മളിനി അടുത്ത ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസാണ്. വളരെ ഷോർട്ട് കട്ടോട് കൂടിയിട്ട് നമുക്ക് എങ്ങനെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് പഠിക്കാം എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു.